നമ്മൾ ഡയറക്ടേഴ്സിന്റെ ഒരു അഭിപ്രായം അല്ലാതെ ആക്ടേഴ്സ് സ്വന്തമായിട്ട് ഇംപ്രവൈസ് ചെയ്ത് സീനും ചെയ്യും. അത് സ്വാതന്ത്ര്യവും ഡയറക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവർ തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തോട്ടെ, ഞങ്ങൾ ഈ ഒരു മാനറിസം യൂസ് ചെയ്തോട്ടെ, അങ്ങനെ ചോദിക്കുന്ന ഒരു കുറച്ചുകൂടി ലിബറൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. സോ അതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടോ, അതെയോ പഴയ ഒരു ഡയറക്ടറിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആണോ ബെറ്റർ? അല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ടറിൻ്റെ കമൽ സാറാകട്ടെ ഹരിഹരൻ സാറാകട്ടെ നമ്മുടെ സൈഡിൽ നിന്നും ഇടണം, അവർ പറയുന്നത് പോലെ ചെയ്യണം എന്നല്ല. ആ ഒരു സെറ്റ് ഓഫ് ചിലപ്പോൾ ഇപ്പം അതിൽ ഞാൻ ചെയ്തിരുന്ന പലപ്പോൾ ജാനകിക്കുട്ടി ആവട്ടെ, ജാനകിക്കുട്ടി ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന ക്യാരക്ടറാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത രീതിയിൽ ഇരിക്കുക, കിടക്കുക, ചിരിക്കുക, അതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ട്. ആ ഡയലോഗ് ചിലപ്പോൾ ആ മാനറിസംസ്, കാരണം ജാനകിക്കുട്ടിക്ക് ഒരു വേറെ മാനറിസം, കംപ്ലീറ്റ്ലി നമ്മളെ പോലെയല്ല. ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ അവർ എപ്പോഴും പറഞ്ഞു. ഇന്നത്തെ ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, സോ ഐ ഹാവ് നോ ഐഡിയ എങ്ങനെയാണ് അത് ഫോളോ. ഞാനിപ്പോ കൂടുതൽ ഡയലോഗ്സ് വരെ ആർട്ടിസ്റ്റുകളാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ട് അവരുടേതായിട്ടുള്ള ശൈലിയിലേക്ക് മാറ്റി പറയാ. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഗെയിം സെക്ഷനും കൂടി ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഓർമ്മകൾ എന്താണ്? നല്ലതാവാം, ചിലപ്പോൾ സങ്കടമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര തമാശയായിരിക്കാം. എന്താണോ മനസ്സിൽ വരുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ട് വരുന്ന കാര്യം എന്താണോ അത് പറയുക, പിന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ മുഖം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കില്? വെരി ഇൻട്രസ്റ്റിംഗ് ടു ടോക്ക് ടു. ഓക്കെ, ഒരുപാട് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്. സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ കൂടെ ഒരു പടമാണ് കുട്ടികൾ. പടത്തിനേക്കാളും കൂടുതൽ ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചില പ്രോഗ്രാംസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ കാര്യത്തിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെയും കൂടെ ലിസൺ ചെയ്യാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. ആ ഒരു ഫീൽ എപ്പോഴും തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ കേട്ടിരുന്നു. ശരി, ഇനി അടുത്ത മുഖം ജയറാമേട്ടൻ. വെരി ലൈവ്ലി, കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ ആദ്യം സെക്കൻഡ് മൂവി വന്നത് നേരെ ഈ സ്നേഹം അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുതുമുഖങ്ങളായിട്ട് അഭിനയിച്ച ജാനകിക്കുട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുന്നത് ജയറാമേട്ടന്റെ കൂടെയായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതെ, നമ്മൾ എന്ത് അഭിനയിച്ചാലും അതിന് അതേ രീതിയിലാണ് ജയറാമേട്ടൻ കൗണ്ടർ ഇട്ടിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ശരി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇതാണ് മനസ്സിൽ ഓർമ്മ. അടുത്തത് ശാലിനിയെ ആദ്യം കാണുന്നത് നിറത്തിലാണല്ലോ, ഓബ്വിയസ്ലി നിറത്തിലാണല്ലോ കാണുന്നത്. ശാലിനിയെ നമ്മളെല്ലാവരും ബേബി ശാലിനി ആയിട്ട് കണ്ടിട്ടാണല്ലോ. അതായത് കുഞ്ചാക്കോവനെ കണ്ട അതേ ഫീൽ ഉണ്ടായിരുന്നു ശാലിനി കാണുമ്പോൾ? ഇല്ല. ശാലിനി ഞങ്ങൾ ഒരുമിച്ച് പടം വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ ഒരേ ഹോട്ടലിലായിരുന്നു താമസിച്ചത്, ഓപ്പോസിറ്റ് റൂമുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ വി സഡൻലി ഹിറ്റ് ഓഫ്. അങ്ങനെ ആ ഒരു ഇതായിരുന്നു, ആ ഒരു നേച്ചർ. ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു. പ്രൊഫഷണലി ഷീസ് ഡിഫറെൻറ്റ്, പക്ഷെ പേഴ്സണലി ഷീസ് അഗൈൻ ഡിഫറെൻറ്റ്. ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം അവിടെ ശാലിനിയുടെ റൂമിൽ, ശാലിനി എൻ്റെ റൂമിൽ വന്നിരുന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിക്കുമായിരുന്നു. വെരി വെരി നൈസ്ലി. വെരി. നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു അജിത് സാറുമായിട്ടുള്ള പ്രണയമൊക്കെ? അത് നിറം തമിഴ് വർക്ക് ചെയ്യാൻ പോയപ്പോൾ അറിയായിരുന്നു. അപ്പോഴാണ് ആൻഡ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ചാക്കോച്ചൻ ശാലിനി കല്യാണം കഴിക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ വിചാരിച്ചിരുന്നോ? ഇല്ല, കാരണം നമുക്ക് അറിയായിരുന്നു അങ്ങനെ അല്ലായിരുന്നു അല്ലേ. ചാക്കോച്ചൻ എന്നിട്ട് മയിൽപീലിക്കാവ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഉണ്ടായിരുന്നു, ചാക്കോച്ചൻ ശാലിനിയും കല്യാണം കഴിക്കും എന്നെയും കല്യാണം കഴിക്കും എന്നുള്ള റൂമറായിരുന്നു. ചാക്കോച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രണ്ടുപേരെയും കല്യാണം കഴിക്കും, എന്റെ പ്രിയ. അതെ. ശരി, ഓക്കെ. ഇനി അടുത്ത മുഖം ആരുടെയോ നോക്കാം. രാക്കിളിപ്പാട്ട്. ശരിയാണ്, രാക്കിളിപ്പാട്ടിലായിരുന്നു പ്രിയൻ സാറിന്റെ കൂടെ ചെയ്തത്. ഞാനെന്നും പ്രിയൻ സാർ എന്ന് കേട്ടിട്ടുള്ള ഒരാളുടെ കൂടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ ഒരു ടെൻഷനും ആ ഒരു ഫീലിങ്ങും ഒക്കെ മാറി. ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ശരി, എന്താ പറയാ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ട് വിച്ച് ഇസ് കൺസേണിംഗ് ഹൗ വി ഷുഡ് അപ്പിയർ, അതിനെക്കുറിച്ചും അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ആയിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊരു സെഗ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറെ ഓർമ്മകൾ എടുക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഡെയിലി ലൈഫിലും ഇതൊന്നും എപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഇപ്പം മേനോനങ്കിളുടെ ഫോട്ടോ കണ്ടാലും നമ്മൾ
എന്നല്ലേ അതിന് പുറകിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതും Correct, ആ correct. ചില സമയത്ത് നമ്മൾ ഓർത്തെടുക്കത്തില്ല. ഇപ്പം അതിനൊക്കെ ഓർമ്മ വന്നു. സോ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു താങ്ക് യു.